നേരും നിറവും പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. ട്രംപ് രണ്ടാമത് അധികാരത്തിലേക്ക് വന്ന ഉടനെ തന്നെ നിയമവിരുദ്ധമായി അമേരിക്കയിലേക്ക് കുടിയേറുവരാണെന്നും പറഞ്ഞുകൊണ്ട് ധാരാളം ആൾക്കാരെ ബലമായി പിടിച്ച് നാട് കടത്തുന്ന പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാട് കടത്തിയവരിൽ ധാരാളം ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. മോഡി ഷാ കൂട്ടുകെട്ട് വികസനത്തിൻ്റെ ഉത്തമ മാതൃകയായി കൊട്ടിഘോഷിക്കുന്ന ഗുജറാത്തിലെ ധാരാളം ആൾക്കാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. കയ്യിലും കാലിലുമൊക്കെ ചങ്ങലയിട്ടാണ് പട്ടാള വിമാനങ്ങളിൽ അവർ നാട് കടത്തിയത്. അങ്ങേയറ്റം നിന്ദ്യമായ ഈ രീതി തൊഴിലന്വേഷിച്ച് വന്നവരാണ്. കള്ളക്കാരും കൊള്ളക്കാരൊന്നും അല്ല അവർ. പലരും അവിടെ തൊഴിലെടുത്ത് നിൽക്കുന്നവരായിരുന്നു. അപ്പോൾ അവരോട് ഇങ്ങനെ പെരുമാറുന്ന ആ രീതി, അതിനെ അപലപിക്കാനായിട്ട് പല ലോകരാഷ്ട്ര തലവന്മാരും ധൈര്യമായിട്ട് മുന്നോട്ട് വരികയുണ്ടായി. അങ്ങനെ ചങ്ങലക്കിട്ട ആൾക്കാരെ ഞങ്ങളുടെ നാട്ടിൽ സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് കൊളംബിയയിലെ ഭരണാധികാരി പ്രഖ്യാപിച്ചത്. ട്രംപ് അയാളെ ഭീഷണിപ്പെടുത്തിയെങ്കിലും അതിന് വഴങ്ങാൻ അയാൾ കൂട്ടാക്കിയില്ല. പക്ഷെ ഇവിടെ ആകട്ടെ നമ്മളുടെ സംഘി സർക്കാർ, മോഡി സർക്കാർ ഒരക്ഷരം അതിനെതിരെ സംസാരിക്കാൻ തയ്യാറായില്ല. അപ്പോൾ അത് ട്രംപിനോടുള്ള വിധേയത്വം, അമേരിക്കൻ സാമ്രാജ്യത്വത്തോടുള്ള വിധേയത്വത്തിൻ്റെ ഒരു പ്രകടനമായിട്ട് ആണ് സാധാരണഗതിയിൽ മനസ്സിലാക്കപ്പെട്ടത്. ശരി തന്നെയാണെങ്കിലും അത് കൂടാതെ മറ്റൊരു കാര്യവും ഉണ്ടായിരുന്നു എന്നാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്. അതായത് ട്രംപിൻ്റെ ഈ മാതൃക ഇവിടെ നടപ്പാക്കാം എന്നുള്ള ഉദ്ദേശം. അതാണ് പഹൽഗാം ആക്രമണത്തിന് ശേഷം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശികളും റോഹിംഗ്യക്കാരുമാണെന്ന് പറഞ്ഞുകൊണ്ട് പശ്ചിമ ബംഗാളിൽ നിന്ന് തൊഴിലന്വേഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അവിടെ പണിയെടുത്ത് ജീവിക്കുന്ന ബംഗാളി മുസ്ലിമുകളെ ബലം പ്രയോഗിച്ച് നാട് കടത്തുന്ന പരിപാടിയാണ് കുറച്ച് മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. യാതൊരു മുന്നറിയിപ്പുമല്ലാതെ പെട്ടെന്ന് അവരുടെ വീടുകളിൽ ഇടിച്ചു കയറി അവരെ ബലമായി പിടിച്ചു കൊണ്ടുപോവുക, ഏതോ ഭയങ്കര ഭീകരവാദികളെ പിടിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ള മട്ടിൽ അവരുടെ തലയിൽ തുണിയൊക്കെ ഇട്ട് മൂടി അവർക്കൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ കയ്യും കാലും കെട്ടി ഇവരുടെ വ്യോമസേനയുടെ വിമാനങ്ങളിൽ ത്രിപുര മുതലായിട്ടുള്ള സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുക, അവിടെ നിന്ന് ബലമായി ബംഗ്ലാദേശ് അതിർത്തി തള്ളിവിടുക. ഇതാണ് ഒരു രീതി ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു രീതി അവരെ ബലമായി പിടിച്ചു കൊണ്ടുവന്ന് മിക്കവാറും ഒറീസയുടെ തീരത്തു നിന്നായിരിക്കണം കപ്പലിൽ കയറ്റി ബംഗ്ലാദേശിൻ്റെ അതിർത്തിയോടടുത്ത് എത്തുമ്പോൾ അവരോട് കടലിൽ ചാടാൻ നിർബന്ധിച്ചിട്ട് അങ്ങനെ അവരെ നാടുകടത്തുക. ഈ രണ്ട് രീതികളിലൂടെയും 1000-ലധികം ആൾക്കാരെയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇങ്ങനെ മോഡി സർക്കാരും വിവിധ സംസ്ഥാനങ്ങളിലെ BJP സർക്കാരുകളും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് വ്യോമസേനയും പോലീസും BSFും എല്ലാം പങ്കാളിയായിക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നാട് കടത്തപ്പെട്ടവർ അവരുടെ കയ്യിലുള്ള രേഖകൾ കാണിച്ചിട്ടും, അതായത് ഇവിടെയുള്ള വോട്ടർ ID അതുപോലെ തന്നെ ആധാർ പൊതുവായിട്ടുള്ള രേഖകളൊക്കെ കാണിച്ചിട്ടും അത് പരിശോധിക്കാനോ ഈ പറഞ്ഞത് വാസ്തവം തന്നെയാണോ, അവരിവിടുത്തെ പൗരന്മാരാണോ എന്തോ എന്നുള്ള പരിശോധനയ്ക്കൊന്നും വഴങ്ങാതെ, അതിനൊന്നും നിൽക്കാതെ ആണ് ഈ നാടുകടത്തലുണ്ടായിട്ടുള്ളത്. വിദേശിയായിട്ടുള്ളൊരു വ്യക്തി ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിയമവിരുദ്ധമായി കടന്നു കയറിക്കഴിഞ്ഞാൽ അയാളെ ഇവിടുന്ന് നാട് കടത്താനായിട്ട് നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. അത്തരം നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ അവരെ തടഞ്ഞു വച്ചിട്ട് അവർ തന്നിരിക്കുന്ന വിവരങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ള പ്രാദേശിക പോലീസ് സ്റ്റേഷൻ വഴി അന്വേഷിക്കാവുന്നതാണ് അവർക്ക്. പക്ഷെ അതിനൊന്നും മെനക്കെടാതെയാണ് അത് ചെയ്തിരിക്കുന്നത്. വളരെ വിശദമായ പരിശോധനയിലൂടെയാണ് കൃത്യമായിട്ടും എവിടെയാണ് ഈ ബംഗ്ലാദേശികളും റോഹിംഗ്യക്കാരും താമസിക്കുന്നതെന്ന് കണ്ടെത്തി അവരെ മാത്രമാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്, നുഴഞ്ഞുകയറ്റക്കാർ മാത്രമാണ് പിടിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് ഈ പറയുന്ന സർക്കാരുകൾ, BJP സംഘികളൊക്കെ തന്നെ അവകാശപ്പെട്ടിരിക്കുന്നതെങ്കിലും
പല സംഭവങ്ങളിൽ നിന്നും അതല്ല സത്യമെന്ന് തെളിയുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഈ സമീപകാലത്ത് ഒറീസയിൽ BJP സർക്കാർ ഇതുപോലെ തന്നെ റെയ്ഡ് നടത്തി 19-ലേറെ ബംഗാളി മുസ്ലിങ്ങളെ തടവിലാക്കി. അത് ശ്രദ്ധിക്കണം, മുസ്ലിങ്ങളെ മാത്രമാണ് അങ്ങനെ പിടിക്കുന്നത്. അങ്ങനെ ബംഗാളി മുസ്ലിങ്ങളെ തടവിലാക്കി അവരുടെ കയ്യിലുള്ള രേഖകളൊക്കെ പിടിച്ചു വയ്ക്കുകയും അവരെ തടവിലാക്കുകയും ദിവസങ്ങളോളം വച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. ഈ വിവരം എങ്ങനെയോ പുറത്തിറങ്ങി അവരുടെ ബന്ധുക്കൾ കൽക്കത്ത ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് റിട്ട് കൊടുത്തു. അത് കൊടുത്തതിന് ശേഷം, സംഭവത്തിന് ശേഷം പശ്ചിമ ബംഗാൾ സർക്കാർ തലത്തിൽ ഔദ്യോഗികമായിട്ട് ഒറീസ സർക്കാരിനെ ബന്ധപ്പെട്ട് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിക്കുമ്പോഴൊന്നും ഫലമുണ്ടായില്ല. പക്ഷേ ഈ ഹേബിയസ് റിട്ട് ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അക്കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടുകയും അടിയന്തരമായി ഈ കാര്യത്തെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കണം, വിവരം തരണമെന്ന് ഒറീസ സർക്കാരിന് അവിടുത്തെ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും വിട്ടയച്ചു. ഇപ്പോൾ ആരും തടവിലില്ല, എല്ലാവരും വിട്ടയച്ചു എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പോയി റെയ്ഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത്? കൃത്യമായ ഒരു അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് അന്വേഷണം നടത്തിയെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ തെളിയുന്നത്? ഒന്നും ഒരു അന്വേഷണം നടന്നിട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ട് അവർ അന്വേഷിച്ച് കണ്ടെത്തിയ വിവരമാണല്ലോ പറയുക. ഞങ്ങൾക്ക് ഇന്ന വിവരങ്ങൾ കിട്ടി, അതാണ് ഞങ്ങൾ നടപടിയെടുക്കാൻ കാരണം. പക്ഷെ അതൊന്നും അല്ല അവർ പറഞ്ഞിരിക്കുന്നു, ഒന്നും പറയാതെ ഒന്ന് വിട്ടയക്കുക. ഇതേ കാര്യം തന്നെയാണ് ബലമായിട്ട് ബംഗ്ലാദേശിലേക്ക് തള്ളിക്കയറ്റിയ 7 ആൾക്കാരുടെ, ബംഗാളികളായിട്ടുള്ള 7 ആൾക്കാരുടെ കാര്യത്തിലും സംഭവിച്ചത്. അവരെ ബോംബെയിൽ നിന്ന് പിടിച്ച് ത്രിപുരയിലെത്തിച്ച്, വ്യോമസേനയുടെ വിമാനത്തിൽ ത്രിപുരയിലെത്തിച്ച് അവിടെ നിന്ന് BSFൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഡിറ്റൻഷൻ ക്യാമ്പിലേക്ക് കൈമാറി അവിടെ നിന്നാണ് പിന്നെ അവസാനം ബംഗ്ലാദേശിലേക്ക് കടത്തി വിടുന്നത്. അതായത് ബംഗ്ലാദേശിൻ്റെയും ഇന്ത്യയുടെയും അതിർത്തികൾക്കിടയിലുള്ള ഭൂമിയുണ്ടല്ലോ, ചെറിയൊരു ഇടമുണ്ട്, നോമാൻസ് ലാൻഡ് എന്ന് പറയും, അതിലേക്കാണ് അവർ തള്ളിവിട്ടത്. കുറച്ചങ്ങ് നടന്ന് ബംഗ്ലാദേശിൻ്റെ അതിർത്തിക്കടുത്ത് എത്തിയപ്പോഴത്തേക്കും ബംഗ്ലാദേശിൽ അവിടുത്തെ അതിർത്തി കാവൽക്കാർ അവരെ തടഞ്ഞു വെച്ചു, അവരെ മർദ്ദിച്ചു, നാട്ടുകാരവരെ മർദ്ദിച്ചു. കാരണം അവരുടെ കയ്യിൽ യാതൊരു രേഖയുമില്ല. ആ രേഖകളെല്ലാം ഇപ്പുറത്ത് ഇവർ പിടിച്ചു വെച്ചിട്ടുണ്ട്, ബോംബെ പോലീസും അതുപോലെ തന്നെ പിന്നീട് അവരെ കടത്തിയ ആൾക്കാർ. അപ്പോൾ അതിൽ തന്നെ അവർ പറയുന്നുണ്ട്, അവരെ അഗർത്തലയിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ, വിമാനത്തിൽ അഗർത്തലയിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥ വിമാനത്തിൻ്റെ അകത്ത് വന്ന് ഈ കൂട്ടത്തിൽ ഹിന്ദുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നാണ് അന്വേഷിച്ചത്. എന്നുവെച്ചാൽ അങ്ങേറ്റം വർഗീയമായൊരു സമീപനമാണ് അക്കാര്യത്തിൽ അവർ പുറത്തിരിക്കുന്നത് വ്യക്തം. ഇതേ കാര്യം തന്നെയാണ് ഡൽഹിയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അവിടെയും നിരവധി ആൾക്കാരെ ബംഗ്ലാദേശികളിൽ നിന്ന് പിടിച്ചെടുത്ത് വെച്ചു. അതിനെക്കുറിച്ച് അന്വേഷിക്കാനിപ്പോൾ കൽക്കട്ട ഹൈക്കോടതി കൽപ്പന കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടും തങ്ങളുടെ സങ്കുചിതമായ വർഗീയ അജണ്ട നടപ്പാക്കാനായിട്ട്, മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിൽ, മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു ഭീതി പരത്താനായിട്ട്, ഏത് നിമിഷവും നിങ്ങളൊക്കെ ഇവിടുന്ന് പിടിച്ച് പുറത്താക്കി കളയും എന്നൊരു ഭീതി പരത്താനായിട്ട് എടുത്തൊരു നടപടിയാണ്. അപ്പോൾ അതിനവർക്ക് മാതൃക കിട്ടിയിരിക്കുന്നത് എവിടെ നിന്നാണ്? ട്രംപിൽ നിന്നാണ്. അപ്പോൾ ഇതിന്ന് നടക്കുമ്പോൾ, ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതേ കാര്യം തന്നെ നാളെ മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെയൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു വിഷയം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ എവിടെ നിന്ന് വന്നു എന്ന് പറയുന്നൊരു തടസ്സം മാത്രമേ ഉള്ളൂ. മുസ്ലിങ്ങളാണെങ്കിൽ അത് പാകിസ്ഥാനിൽ നിന്ന് വന്നു അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വന്നു എന്നൊക്കെ പറയാൻ പറ്റും. ക്രിസ്ത്യാനികളാവുമ്പോൾ അങ്ങനെ ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്ന് പറയുമെങ്കിൽ മിക്കവാറും ശ്രീലങ്കയിൽ നിന്ന് വന്നു എന്ന് പറയാൻ സാധ്യതയുണ്ട്. അവർ ഏതെങ്കിലും തരത്തിൽ അങ്ങനൊരു ന്യായം കൊണ്ടുവരാനായിട്ട് സകല സാധ്യതയും ഉണ്ട്. എന്തായാലും ശരി, മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള സംഖ്യകളുടെ ആക്രമണങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ അതിനെ കാണുകയും മൊത്തത്തിലുള്ള ജനാധിപത്യപരമായൊരു പ്രശ്നം എന്ന നിലയ്ക്ക് അതിൽ ഇടപെടുകയും ചെയ്യണമെന്നുള്ളതാണ് ആവശ്യം. ഇവിടെ കോടതികൾ, ഇപ്പോൾ കൽക്കത്ത ഹൈക്കോടതി കൊള്ളാവുന്നൊരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിലും ഇതിനു മുമ്പ് ഈ കടലിൽ ഉന്തിത്തള്ളി കപ്പലിൽ നിന്ന് ചാടിച്ച് നീന്തിപ്പോയിക്കോന്നും പറഞ്ഞിട്ട് തോക്ക് ചൂണ്ടി ഓടിച്ച് പറഞ്ഞു വിട്ടവരുടെ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ ചില മനുഷ്യാവകാശ പ്രവർത്തകർ, അവിടെയുള്ളൊരു മനുഷ്യാവകാശ വിഷയങ്ങൾക്ക് ഇടപെടുന്നൊരു വക്കീൽ വഴി സുപ്രീം കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യുകയുണ്ടായി, കോളിൻ ഗോൺസാൽവസ് എന്നുള്ള വക്കീലിലൂടെ. പക്ഷെ അതിനെ പരിശോധിക്കാൻ പോലും, അത് ഗവനിക്കാൻ പോലും സുപ്രീം കോടതി തയ്യാറായില്ല. ഇതിനൊക്കെ എന്താ തെളിവുള്ളത്, ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നും പറഞ്ഞ് അതിനെ തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിങ്ങനെ ഒരു തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇവിടെ ഇപ്പോൾ ബംഗാളി വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം,
എന്തുകൊണ്ടാണത് അങ്ങനെ ഒരു വിഷയമായിട്ട് വന്നത്? കാരണം അവിടെ ഭരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ്സാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രധാന എതിരാളിയായിട്ട് അവർ കാണുന്നത് BJPയാണ്. അപ്പോൾ ആ നിലയ്ക്ക് BJP നടത്തുന്ന ഒരു ആക്രമണം, ബംഗാളികൾക്കെതിരെ നടത്തുന്ന ഒരു ആക്രമണം എന്ന നിലയ്ക്ക് ഇതിനെ ചിത്രീകരിച്ചുകൊണ്ട് ഒരു പൊതുജനാഭിപ്രായം തങ്ങൾക്ക് അനുകൂലമായി രൂപീകരിച്ചെടുക്കാനായിട്ട് DMC ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ സജീവമായി മമത ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് ഒരു വശത്ത് ബംഗാളി മുസ്ലിങ്ങളുടെ ഒരു വോട്ട് ശേഖരണം ഉണ്ടാവും, അതേസമയം തന്നെ ബംഗാളി വിഷയം കൂടി ഉയർത്തിക്കൊണ്ടുവരാനും കഴിയും. ഇത് രണ്ടും കണ്ടുകൊണ്ടാണ് അവർ ഇടപെട്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു ഇടപെടലാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സങ്കുചിതമായൊരു താല്പര്യങ്ങളിൽ നിന്നുള്ള ഇടപെടൽ തന്നെ. പക്ഷെ അങ്ങനെ ഇടപെടാൻ ആരും ഇല്ല എങ്കിൽ ഇവിടെ ഒരു നിയമവും നടക്കില്ല, ഒരു തരത്തിലും നീതിയും പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുമ്പോൾ നീതി നിയമമൊക്കെ തന്നെ അതാത് ഭരണാധികാരികളുടെ അതാത് സമയത്ത് അവിടെ ജഡ്ജി കസേരയിൽ ഇരിക്കുന്നവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നൊരു കാര്യമാണ്. ഇവർ കൊട്ടിഘോഷിക്കുന്ന ഭരണഘടന നൽകുന്ന ഉറപ്പിനൊന്നും അല്ല അതിൻ്റെ പിൻബലം എന്നാണ് അതിൽ നിന്നൊക്കെ ശരിക്കും തെളിയുന്ന കാര്യം. അപ്പോൾ വീണ്ടും വരുന്നത് എവിടെയാണ്? ഇത്തരം നീക്കങ്ങൾക്കെതിരെ, ഫാസിസത്തിൻ്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ ബഹുജന ചെറുത്തുനിൽപ്പിലൂടെ മാത്രമേ അതിനെ പരാജയപ്പെടുത്താനും തടഞ്ഞു നിർത്താനും കഴിയുള്ളൂ. അതിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നാണ് ഈ അനുഭവങ്ങൾ എടുത്തു കാട്ടുന്നത്. ഇപ്പോൾ സമീപ ദിവസങ്ങളിൽ ഇവിടുത്തെ ചില TV ചാനലുകളിൽ മാവോയിസം ഒരു ബ്രേക്കിംഗ് ന്യൂസായി വന്നുകൊണ്ടിരിക്കുകയാണ്. മാവോയിസം എന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റ് പോസ്റ്ററുകൾ കേരളത്തിൻ്റെ അങ്ങ് നിന്നും പൊന്തുന്നു എന്നും പറഞ്ഞുകൊണ്ട്. ഇതിലൊന്ന് വന്നത് റിപ്പോർട്ടർ ചാനലിലാണ്. അത് ജൂലൈ 21 കോഴിക്കോട് നടന്ന ഒരു പ്രതിഷേധ സമ്മേളനത്തിൻ്റെ പോസ്റ്ററായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഓപ്പറേഷൻ കഗാറും അവിടെ നടക്കുന്ന ആദിവാസി വേട്ടയ്ക്കുമെതിരെയുള്ള ഒരു പ്രതിഷേധ യോഗമായിരുന്നു അത്. അതിൽ മനുഷ്യാവകാശ പ്രവർത്തകർ, വിവിധ സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ പങ്കാളികളായിരുന്നു. ഛത്തീസ്ഗഡിലെ ഒരു പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകയായിട്ടുള്ള ബേല ഭാട്ടിയാണ് അതിന് ഉദ്ഘാടനം നടത്തിയത്. വളരെ വ്യാപകമായ ഇതിൻ്റെ പ്രചരണം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. നോട്ടീസ് വിതരണം എല്ലാ കാര്യം നടത്തുന്നുണ്ട്. പരസ്യമായിട്ട് തന്നെ ആണ് ഈ സമ്മേളനം നടക്കുകയും ചെയ്തത്. അപ്പോൾ അതിനെക്കുറിച്ചാണ്, അതിൻ്റെ പോസ്റ്ററുകൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജൂലൈ 11 പോസ്റ്ററുകളെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു പോലീസ് എന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ വാർത്ത. ജില്ലാ കോടതി വളപ്പിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്റർ, പോലീസ് അന്വേഷണം, ഇതാണ് ഹെഡ്ലൈനായിട്ട് കൊടുത്തത്. മറ്റൊന്ന് ഈ സമീപ ദിവസങ്ങളിൽ 24 ന്യൂസിൽ വന്നിട്ടുള്ള വാർത്തയാണ്. 13 അതായത് ജൂലൈ 13 സഖാവ് രൂപേഷിൻ്റെ വിഷയത്തിൽ കർണാടകത്തിൽ ഇപ്പോൾ ഒരു പുതിയ കേസ് രൂപേഷിൻ്റെ പേരിൽ ചാർത്തിയിരിക്കുകയാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒട്ടിച്ച പോസ്റ്ററാണ് വിഷയം. വടകരയിലും ഓർക്കാട്രിയിലും അങ്ങനെ പല പല പ്രദേശങ്ങളിലും പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുന്നു, മാവോയിസ്റ്റ് അനുകൂല പോസ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ആ പോസ്റ്ററിൽ തന്നെ വിഷയം പറയുന്നുണ്ട്. സഖാവ് രൂപേഷിൻ്റെ തടവ് ശിക്ഷ ഏതാണ്ട് തീരാറായിരിക്കുകയാണ്. എന്നുവെച്ചാൽ കൃത്യമായിട്ട് അതിൻ്റെ പഴയ ഒരു കാലാവധി മാത്രമേ ഉള്ളൂ. പിന്നെ ചില കേസുകളിൽ തമിഴ്നാട്ടിൽ ജാമ്യം എടുക്കേണ്ട പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്താണ് കർണാടകത്തിൽ 2012 നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ട് പുതിയൊരു കേസ് സഹോദരത്തിൽ ചാർജ് ചെയ്തിരിക്കുന്നത്. UAPA ഒക്കെ തന്നെ അതിലുണ്ട്. എന്നുവെച്ചാൽ ചുരുങ്ങിയ പക്ഷം വീണ്ടും ഒരു കുറച്ച് കാലത്തും കൂടി ജയിലിൽ കിടക്കാനായിട്ടുള്ള ഇടപാടുണ്ടാക്കി കൊടുക്കുകയാണ് അവർ. ഇതിപ്പോൾ ഇന്ത്യയിൽ വ്യാപകമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സഹാക്കളെ വീണ്ടും പുതിയ കേസിൽ കൊടുക്കുക, അല്ലെങ്കിൽ ജാമ്യത്തിന് ഇറങ്ങുന്ന ആൾക്കാരെ വീണ്ടും പുതിയ കേസിൽ കൊടുക്കുക എന്നൊക്കെ പതിവായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. അതിൻ്റെ തനി ആവർത്തനമാണ് നമ്മളിവിടെയും കാണുന്നത്. ഇതിനു മുമ്പ് കേരളത്തിൽ വേറൊരു സഖാവിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇപ്പോൾ ഈ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിഷയം എന്താണ്? അതും ഈ പറഞ്ഞ മാതിരി പത്രസമ്മേളനം നടന്നിട്ടുണ്ട്. ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പൊതുവേദിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രസ്താവനകൾ വന്നിട്ടുണ്ട്, നോട്ടീസ് വിതരണം എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും അതെന്താണ് കാര്യമെന്ന് അന്വേഷിക്കാതെ, അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകരെ ബന്ധപ്പെട്ട് അവർക്കെന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതെയാണ് ഈ ചാനലുകൾ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത്. എന്തോ ഭയങ്കര സംഭവം നടന്നിരിക്കുന്നു, മാവോയിസം വീണ്ടും തലപൊക്കിയിരിക്കുന്നു,
നഗരപ്രദേശങ്ങളിൽ മാവോയിസം വ്യാപിക്കുന്നു എന്നൊക്കെയുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുന്നതിൻ്റെ പുറകിലുള്ള ലക്ഷ്യമതാണ്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് ഭരണകൂടത്തിൻ്റെ ചട്ടുകമായിട്ടാണോ ഈ ചാനലുകൾ പ്രവർത്തിക്കുന്നത്, പോലീസിൻ്റെ ചട്ടുകമായിട്ടാണോ ഈ ചാനലുകൾ പ്രവർത്തിക്കുന്നത്, അതല്ല തങ്ങളുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്തോ ഭയങ്കര കാര്യം നടക്കണമെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ ശ്രദ്ധ ആകർഷിച്ച് റേറ്റിംഗ് കൂട്ടാനായിട്ട് എടുക്കുന്ന ചെപ്പടി വിദ്യയാണ്, എന്തായാലും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഇപ്പോൾ തൽക്കാലം. ഇതെന്തു തന്നെ ആയാലും ശരി, ഇത്തരം നീക്കങ്ങൾ, മാധ്യമ പ്രവർത്തനങ്ങൾ എന്തിനാണ് സഹായിക്കുക എന്നുള്ളതെന്ന് ആലോചിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പാസ്സാക്കിയിരിക്കുന്ന ഒരു പുതിയ നിയമത്തിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കണം. സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി ആക്ട് എന്നാണ് ആ നിയമത്തിൻ്റെ പേര്. അർബൻ നക്സലിസത്തെ, നഗരപ്രദേശത്തുള്ള നക്സലിസത്തെ, അതായത് നഗരപ്രദേശങ്ങളിൽ നക്സലിസത്തിനെ, മാവോയിസത്തിനെ പിന്തുണച്ച് പ്രവർത്തിക്കുന്ന, പൊതുജന രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളെയും സംഘടനകളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നിയമമാണ്. ഇതാണ് പറയുന്നത്. അതിനെക്കുറിച്ചുള്ള പല വിമർശനങ്ങളും എതിർപ്പുകളൊക്കെ ഉയർന്നു വന്നപ്പോൾ പ്രതിപക്ഷം, അവിടുത്തെ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ എതിർപ്പ് പറഞ്ഞപ്പോൾ ഇത് വേറെ ആർക്കും ഉദ്ദേശിച്ചിട്ടില്ല, കൃത്യമായിട്ട് ഈ പറയുന്ന നഗരപ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന നക്സലുകളെ, മാവോയിസ്റ്റുകളെ ലക്ഷ്യം വെച്ച് മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ നിയമത്തിൽ കൃത്യമായിട്ട് ആരെയൊക്കെയാണ് ലക്ഷ്യം വെക്കണമെന്ന് പറയുന്നു, എന്തിനൊക്കെയാണ് ലക്ഷ്യം വെക്കണമെന്നുള്ളത്. പൊതുസമാധാനത്തിന് അപകടം സൃഷ്ടിക്കുന്ന ഏത് പ്രവൃത്തിയും പ്രചരണവും, നിലവിലുള്ള നിയമത്തെയും സ്ഥാപനങ്ങളെയും അനുസരിക്കാതെ അല്ലെങ്കിൽ അതിനെ അനുസരിക്കരുതെന്ന് ആവശ്യപ്പെടുന്ന എന്തെങ്കിലും പ്രചരണം അല്ലെങ്കിൽ പ്രവർത്തനം, ഗതാഗത തടസ്സം സൃഷ്ടിക്കൽ എന്തെങ്കിലും സമരത്തിൻ്റെ ഭാഗമായി, ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണപ്പിരിവ് നടത്തുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്ന ഏത് പ്രതിഷേധ പ്രവർത്തനത്തെയും ഇതിൻ്റെ പരിധിയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഉദാഹരണത്തിന് വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി തെരുവിലൂടെ പ്രകടനം നടത്തി ഗതാഗത തടസ്സം സൃഷ്ടിച്ചെന്ന് വിചാരിക്കുക, ഈ നിയമപ്രകാരം അവരുടെ പേരിൽ കേസെടുക്കാം. അതേപോലെ തന്നെ പൊതുസമാധാനത്തിന് തടസ്സം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് കേസെടുക്കാം. നിലവിലുള്ള നിയമത്തിനെ അംഗീകരിക്കാതെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് കേസെടുക്കാം. അപ്പോൾ ചുരുക്കത്തിൽ ഏത് തരത്തിലുള്ള ജനാധിപത്യ പ്രതിഷേധങ്ങളെയും അടിച്ചമർത്താൻ ഒതുങ്ങുന്ന രീതിയിലുള്ളൊരു നിയമമാണ് ഇപ്പോൾ അവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്, പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ബന്ധം നോക്കുക. ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു അനീതി ഉണ്ടാവും. ഇപ്പോൾ ഓപ്പറേഷൻ കഗാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര യുദ്ധം, മാവോയിസ്റ്റ് നേതൃത്വത്തിലുള്ള ജനകീയ ഗറില്ല സൈന്യവും മറുവശത്ത് ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ സൈന്യവും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര യുദ്ധം, അതൊരു ആഭ്യന്തര യുദ്ധമാണെന്ന് വളരെ വ്യക്തമാണ്. കാരണം പിടിക്കപ്പെടുന്നവരും എല്ലാവരും തന്നെ ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കേസ് ചാർജ് ചെയ്യുന്നത്. അതാണ് നിലനിൽക്കുന്ന കേസുകൾ. അപ്പോൾ ആ യുദ്ധം അവസാനിപ്പിക്കണം, ഇതിങ്ങനെ തുടരുന്നത് ശരിയല്ല, അതുകൊണ്ട് ജനങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടാകുന്നു. അപ്പോൾ ഇക്കാര്യത്തിൽ യുദ്ധം നിർത്തിവെച്ചിട്ട് ഒരു സമാധാന ചർച്ചയ്ക്ക് ഇരുകൂട്ടരും ഒരുങ്ങണമെന്ന് പൊതുസമൂഹത്തിന് ശക്തമായിട്ടുള്ള ആവശ്യം ഉയർന്നു വന്നപ്പോൾ CPI മാവോയിസ്റ്റിൻ്റെ നേതൃത്വം അതിനോട് അനുകൂലമായി പ്രതികരിക്കുകയും സ്വമേധയാ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇങ്ങോട്ട് ആക്രമിക്കുന്നിടത്തോളം കാലം തിരിച്ചൊന്നും ചെയ്യരുത് എന്ന് അതിൻ്റെ അണികൾക്ക് നിർദ്ദേശം കൊടുത്തതായിട്ട് അത് വ്യക്തമാക്കി. അതേസമയം ഭരണകൂടമാകട്ടെ, മോദി സർക്കാരാകട്ടെ, അങ്ങനെ ഒരു തരത്തിലുള്ള വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറല്ല, ഒരു സംഭാഷണത്തിന് ഞങ്ങൾ തയ്യാറല്ല, അടുത്ത വർഷം മാർച്ച് 26 ആകുമ്പോഴത്തേക്ക് ഇവരൊക്കെ തന്നെ തുടച്ചു നീക്കും ഞങ്ങൾ എന്ന് ശപഥം ചെയ്തുകൊണ്ട് ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ടിരിക്കുക. അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും ആദിവാസികളാണെന്ന് അവിടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും മറ്റൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭരണകൂടത്തിൻ്റെ ഈ അധികാരികളുടെ ഇത്തരത്തിലുള്ള സമീപനത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് കോഴിക്കോട് നടന്നത്. അങ്ങനെ പ്രതിഷേധിക്കാനുള്ള അവകാശം ജനങ്ങൾക്കില്ലേ? മാവോയിസ്റ്റുകളുടെ കാര്യം മാറ്റിവെക്കുക, പൊതുസമൂഹത്തിൻ്റെ ആർക്കെങ്കിലും അത്തരത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമില്ലേ? അപ്പോൾ ആ പ്രതിഷേധത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്നവരാരൊക്കെയാണ്? ഗാന്ധിയന്മാരായിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്, ജനാധിപത്യവാദികളായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്, മനുഷ്യാവകാശ പ്രവർത്തകർ വന്നിട്ടുണ്ട്. CPI മാവോയിസ്റ്റിൻ്റെ നയങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പാണുള്ളത്, ആയുധമെടുത്ത് പോരാടുന്നത് ശരിയല്ല എന്ന അഭിപ്രായം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ഈ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ പല പല കോണുകളിൽ നിന്നുള്ള വരുന്ന ആൾക്കാരും ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ യോജിക്കും. അപ്പോൾ അത് പ്രതിഷേധിക്കാനുള്ള അവകാശം അവർക്കില്ലേ? ആ പ്രതിഷേധത്തിന്, അത്തരമൊരു പ്രതിഷേധം നടക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രചരണം നടത്തുമ്പോൾ അത് മാവോയിസ്റ്റ് അനുകൂല പ്രചരണമാണ് എന്ന രീതിയിൽ
ചിത്രീകരിക്കുമ്പോൾ, മാധ്യമ വാർത്തകളോട് ചിത്രീകരിക്കുമ്പോൾ അത് എന്തിലേക്കാണ് നയിക്കുന്നത്? കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് തരത്തിലുള്ള പ്രതിഷേധവും ഏത് തരത്തിലുള്ള വിയോജിപ്പും ഭീകരവാദമായിട്ടും അടിച്ചമർത്തപ്പെടേണ്ട ഒരു കാര്യമായിട്ടും ചിത്രീകരിച്ചുകൊണ്ട് വിചാരണയില്ലാത്ത തടവിന് വേണ്ടി അതിന് കളമൊരുക്കി കൊടുക്കുന്നൊരു നയം. അതാണ് ഇത്തരം വാർത്തകളിലൂടെ, അത് റിപ്പോർട്ടറിൻ്റെ വാർത്തയായാലും കൊള്ളാം, ഈ പറയുന്ന 24 ന്യൂസിൻ്റെ വാർത്തയായാലും ശരി, ഫലത്തിൽ നിർവഹിക്കുന്ന കടമ അതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുവരെ അറിഞ്ഞുകൊണ്ട് ഭരണകൂട സേവയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണോ, അതല്ല ഈ പറയുന്ന റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നടത്തുന്ന ചെപ്പിടി വിദ്യയാണോ, ഏതായാലും ശരി അടിസ്ഥാനപരമായിട്ടും ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക്, പൊതുവിലുള്ള ജനാധിപത്യ പ്രതിഷേധങ്ങളുടെയും പൗരാവകാശങ്ങളുടെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായൊരു കാര്യമാണ്. മാധ്യമങ്ങൾ നാലാം തൂണെന്ന നിലയ്ക്ക് നിർവഹിക്കേണ്ടത് എന്ത് തരത്തിലുള്ള കടമയാണോ അതിന് നേർവിരുദ്ധമായൊരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം.